വാർത്തകൾ. സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ എൻഡോസൾഫാൻ നിരോധിച്ചു. ജില്ലയിലെങ്ങും ആഹ്ലാദം. എൻഡോസൾഫാനെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഹർത്താലിനോടനുബന്ധിച്ച് പണിമുടക്കിയ തൊഴിലാളികൾ LDFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. മാവുങ്കൽ രാമനഗരം ശ്രീരാമക്ഷേത്ര നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ എൻഡോസൾഫാന് ആഗോള നിരോധനം ഏർപ്പെടുത്തിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കാസർഗോഡ് മധുരം വിതരണം ചെയ്തു. കാസർഗോഡ് ഒപ്പുമരച്ചോട്ടിലാണ് മധുരം വിതരണം ചെയ്തത്. എൻഡോസൾഫാൻ നിരോധിച്ചതിൽ ജില്ലയിലെങ്ങും ആഹ്ലാദം അലയടിക്കുകയാണ്. എതിർപ്പുകളില്ലാതെയാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ എൻഡോസൾഫാൻ നിരോധിച്ചത്. എൻഡോസൾഫാനും അനുബന്ധ രാസവസ്തുക്കളും അനക്സ് എയിൽ ഉൾപ്പെടുത്തിയാണ് നിരോധിച്ചിരിക്കുന്നത്. എൻഡോസൾഫാനെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. നഗരത്തിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങളും അത്യാവശ്യം ചില സ്വകാര്യ വാഹനങ്ങളും മാത്രം നിരത്തിലിറങ്ങി. ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങളൊന്നും സർവീസ് നടത്തിയില്ല. ഹർത്താൽ മൂലം ട്രെയിൻ യാത്രക്കാർ ഏറെ വലഞ്ഞു. വാഹനങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ യാത്രക്കാർക്ക് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു. ഹർത്താൽ ജില്ലയിൽ സമാധാനപരമായിരുന്നു. ഹർത്താൽ പ്രമാണിച്ച് വെള്ളിയാഴ്ച നഗരത്തിൽ പോലീസ് പട്രോളിംഗ് ഊർജിതമാക്കിയിരുന്നു. ഇതിനു പുറമെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ഹർത്താലിനോടനുബന്ധിച്ച് പണിമുടക്കിയ തൊഴിലാളികൾ LDFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. കോട്ടച്ചേരി കുന്നുമ്മലിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു. പ്രകടനത്തിൽ നിരവധി പേർ അണിചേർന്നു. പുതിയകോട്ടയിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി M. പൊക്ലൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P. അപ്പുകുട്ടൻ, KV. കൃഷ്ണൻ, കാറ്റാടി കുമാരൻ, VV. രമേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആ പ്രക്ഷോഭം കേരളം മാത്രമല്ല ഇന്ത്യയാകെ വ്യാപിച്ചു. എൻഡോസൾഫാൻ ഏറ്റവും മാരകമായിട്ടുള്ള നാശിനിയാണ് എന്നുള്ളത് ഇന്ന് വ്യക്തമായി കഴിഞ്ഞു. ഒരുപാട് പഠനങ്ങൾ അത് സംബന്ധമായിട്ട് വന്നു കഴിഞ്ഞു. ആ പഠനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്നും എല്ലാം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് എൻഡോസൾഫാൻ ഒരു വളരെ മാരകമായിട്ടുള്ള വിഷമാണ്. ആ കൊടും വിഷം മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. ആ വിഷം തെളിച്ചതിൻ്റെ ഫലമായിട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരിതം എന്ന് പറയുന്നത് എണ്ണിയാലൊടുങ്ങാത്ത. ജനാധിപത്യ മുന്നണിയാണ് ഇത്തരമൊരു ഹർത്താലിന് ആഹ്വാനം നൽകിയതെങ്കിലും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ജനവിഭാഗം ഈ ഹർത്താലിനോടൊപ്പം അണിചേർന്നിട്ടുണ്ട് എന്നതാണ് ഈ മുന്നണി ഇത്തരമൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്നതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്കപ്പുറത്ത് മുഴുവൻ ജനവിഭാഗങ്ങളും ഈ ഹർത്താലിനെ പിന്തുണക്കാനും ഈ ഹർത്താൽ വിജയിപ്പിക്കുന്നതിന് ഒറ്റക്കെട്ടായി അണിനിരക്കാനും ഇടയായത് എന്നത് വസ്തുത നമുക്കെല്ലാം അറിവുള്ളതാണ്. P. ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ഹർത്താൽ ദിനത്തിൽ തുറന്ന കാഞ്ഞങ്ങാട്ടെ ഫെഡറൽ ബാങ്കിനു നേരെ അക്രമം. കസ്റ്റഡിയിലെടുത്തവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഹർത്താൽ ദിനത്തിൽ രാവിലെ 10 മണിയോടെയാണ് കാഞ്ഞങ്ങാട് ഫെഡറൽ ബാങ്കിനു നേരെ അക്രമമുണ്ടായത്.
സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാനും പേരെ ഹോസ്ദുർഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വിവരമറിഞ്ഞ് മുതിർന്ന CPM നേതാക്കളും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ജില്ലയിൽ ഒരുക്കങ്ങൾ തുടങ്ങി. മെയ് 13 രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടത്തുന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലുമാണ് നടത്തുക. വോട്ടെണ്ണുന്നതിന് ഓരോ മണ്ഡലത്തിനും 14 ടേബിളുകളുണ്ടാകും. കൂടാതെ റിട്ടേണിംഗ് ഓഫീസർക്കും നിരീക്ഷകനും പ്രത്യേകം ടേബിളുകളും ഒരുക്കും. ഒരു വോട്ടെണ്ണൽ ടേബിളിൽ സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ എന്നിവരും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരും ഉണ്ടാകും. ഓരോ കൗണ്ടിംഗ് ടേബിളിലും വീഡിയോ ക്യാമറ സജ്ജീകരിക്കും. കൗണ്ടിംഗ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥരെ അതാത് റിട്ടേണിംഗ് ഓഫീസർമാർ നിയോഗിക്കും. കൗണ്ടിംഗ് സ്റ്റാഫിന് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും നൽകും. ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം മെയ് 7 മുമ്പ് പൂർത്തിയാകും. വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ KN സതീഷ് അധ്യക്ഷത വഹിച്ചു. ADM PK സുധീർ ബാബു, റിട്ടേണിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വർഷത്തെ മെയ് ദിന കായികമേള മെയ് 1 രാവിലെ 10 മണിക്ക് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തും. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ V ഗൗരി കായികമേള ഉദ്ഘാടനം ചെയ്യും. മേളയിൽ പങ്കെടുക്കുന്നവർ തൊഴിലാളികളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ഹാജരാക്കണം. ഒരു ഇടവേള. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. കോടോത്ത് ഭഗവതി ക്ഷേത്ര നവീകരണ കലശ മഹോത്സവം മെയ് 2 മുതൽ 12 വരെ നടക്കും. 2 രാവിലെ 11 മണിക്ക് കലവറ നിറയ്ക്കൽ ചടങ്ങ്, വൈകിട്ട് 4 മണിക്ക് ആചാര്യ വരവേൽപ്പ് എന്നിവ നടക്കും. 9 പുലർച്ചെ 2:41 മുതൽ 3:06 വരെയുള്ള മുഹൂർത്തത്തിൽ കോടോത്ത് ഭഗവതിയുടെ പ്രതിഷ്ഠ. 12 രാത്രി നൃത്തോത്സവത്തോടെ മഹോത്സവം സമാപിക്കും. മാവുങ്കാൽ രാമനഗരം ശ്രീരാമക്ഷേത്ര നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം ഈ മാസം 29 മുതൽ മെയ് 9 വരെ നടക്കും. മെയ് 1 രാവിലെ 8:30 കലവറ നിറയ്ക്കൽ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് 6:30 കോൽക്കളി, രാത്രി 8 മണിക്ക് ഭക്തിഗാനസുധ എന്നിവ ഉണ്ടാകും. അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ രാധാകൃഷ്ണൻ നരിക്കോടും ക്ഷേത്ര ട്രസ്റ്റി ബാലചന്ദ്രൻ നായരും സിറ്റി ന്യൂസിനോട് പറഞ്ഞു. മെയ് 8 ഇവിടുത്തെ അഷ്ടബന്ധ കലശം നടക്കും. അന്ന് തന്നെയാണ് ഈ നവാഹ യജ്ഞത്തിൻ്റെ സമാപനവും. അപ്പോൾ മെയ് 9 സാധാരണ വർഷാവർഷം നടത്തുന്നത് പോലെയുള്ള ഉത്സവം നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇത്തവണ കുറച്ചുകൂടി ജനപങ്കാളിത്തത്തോടു കൂടി കുറേ അധികം ക്ഷേത്രകലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഥകളിയുണ്ട്, പുല്ലാങ്കുഴൽ കച്ചേരിയുണ്ട്, മറ്റ് പല വിധത്തിലുള്ള ഓട്ടം തുള്ളലുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭക്തി ഗാനസുധയുണ്ട്, ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരുപാട്, പിന്നെ അന്നദാനം ഇതൊക്കെ സാധാരണ നടത്തുന്ന പോലെയുണ്ട്. മെയ് 2 വൈകിട്ട് 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്, തുടർന്ന് ആചാര്യവരണം, സമൂഹ പ്രാർത്ഥന, പശുദാന പുണ്യാഹം, മഹാസുദർശന ഹോമം, അങ്കുരാരോഹണം, വൈകിട്ട് 6:30 ഭജന എന്നിവ ഉണ്ടാകും. 3 രാവിലെ 5 മണിക്ക് നട തുറക്കും. തുടർന്ന് വിവിധ പൂജകൾ നടക്കും. 9 രാവിലെ 8 മണി മുതൽ ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രതിഷ്ഠാബലി, പ്രസാദ വിതരണം, അന്നദാനം എന്നിവ ഉണ്ടാകും. വൈകിട്ട് 6 മണി മുതൽ തായമ്പക, അത്താഴപൂജ, ഹവിസുപൂജ, ശ്രീ ഭൂതബലി എന്നിവ നടക്കും. രാത്രി നൃത്തോത്സവത്തോടുകൂടി മഹോത്സവം സമാപിക്കും. ബാലസംഘം ചെറുമൂല യൂണിറ്റ് വഴിവിളക്ക് എന്ന പേരിൽ വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചു.
20 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ വാനനിരീക്ഷണം, പ്രകൃതി പഠനയാത്ര, തിയേറ്റർ, ഗെയിംസ്, യോഗ, നാടൻപാട്ട് തുടങ്ങി പഠനത്തിന്റെ സമഗ്ര മേഖലകളെയും തൊട്ടുണർത്തുന്ന പരിപാടികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സുഭാഷ് അറുകരയുടെ നാടൻപാട്ട് ക്യാമ്പിലേറെ ശ്രദ്ധിക്കപ്പെട്ടു. 4 മുതൽ 9 വരെ ക്ലാസ്സിലെ കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുണ്ടുപടന്ന ന്യൂ ജോളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 31ാം വാർഷികം ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ VPP മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ഡോക്ടർ E ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം ജ്യോതി മനോജിനെ ചടങ്ങിൽ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ T കൃഷ്ണൻ, K രാജൻ, KK രവീന്ദ്രൻ, MV രാജൻ, KK പവിത്രൻ എന്നിവർ പങ്കെടുത്തു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ജില്ലാതല ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നോർത്ത് കോട്ടച്ചേരിയിൽ നടത്തും. വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. എൻഡോസൾഫാനെതിരെ KACB ഓഫീസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിന് അസോസിയേഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകി. KSKTU ചെറുവത്തൂർ, തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ എൻഡോസൾഫാൻ വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് മാത്രമാണ് കേരളത്തിൽ എൻഡോസൾഫാൻ ഭാഗികമായി പൊതുവായി കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എൻഡോസൾഫാൻ വലിയ തോതിൽ കേരളത്തിനകത്ത് പൊതുമേഖലാ സ്ഥാപനമായ HI അടക്കമുള്ള അതുപോലെ തന്നെ XL അടക്കമുള്ള കമ്പനികളെല്ലാം നല്ലതുപോലെ ഉത്പാദിപ്പിക്കുന്നു. P രാഘവൻ അധ്യക്ഷത വഹിച്ചു. വെങ്ങാട്ട് കുഞ്ഞിരാമൻ, TV നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. TV കണ്ണൻ സ്വാഗതം പറഞ്ഞു. ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും ഉറുദു, ഇക്കണോമിക്സ് വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവുണ്ട്. കൂടിക്കാഴ്ച മെയ് 3 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും എൻഡോസൾഫാൻ വിരുദ്ധ കൂട്ടായ്മ സാന്ത്വനത്തിന്റെയും ആഭിമുഖ്യത്തിൽ കാലിക്കടവ് ടൗണിൽ ഉപവാസം നടത്തി. ഡോക്ടർ ഖാദർ മാങ്ങാട് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ ചർച്ചകൾ നടന്ന ഒരു വിഷയമാണ് എൻഡോസൾഫാൻ. ഇവിടെ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായി, കാസർഗോഡുണ്ടായി. അതിലൊന്ന് കോട്ടയം ജില്ലയിൽ നിന്നും താമസം മാറ്റി സെറ്റിലേഴ്സായി കുടിയേറ്റക്കാരായി ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നു. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. M സഫൂറ, T ധനഞ്ജയൻ, P ശശി, R മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എൻഡോസൾഫാൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല ഉപവാസത്തിന് PDP ജില്ലാ കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ എൻഡോസൾഫാൻ നിരോധിച്ചു. ജില്ലയിലെങ്ങും ആഹ്ലാദം. എൻഡോസൾഫാനെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഹർത്താലിനോടനുബന്ധിച്ച് പണിമുടക്കിയ തൊഴിലാളികൾ LDFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടത്തി. മാവുങ്കൽ രാമനഗരം ശ്രീരാമനഗരം ശ്രീരാമക്ഷേത്ര നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.